ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൂസിഫർ സിനിമയ്ക്കകത്തൊരു സീനുണ്ടായിരുന്നു. നമ്മുടെ സായി കുമാർ മോഹൻലാലിനോട് വന്ന് പറയും, സ്റ്റീഫ, എൻ്റെ അപ്പൻ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ടായിരുന്നു. മറ്റേ പയ്യൻ്റെ കൂടെ റെയിൽ പാളത്തിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു തട്ട് ഒരു തള്ള് കാര്യം തീരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മോഹൻലാൽ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്നൊരു ഡയലോഗുണ്ട്. അപ്പം ഇത് ഒരു കുറച്ച് കഴിഞ്ഞ് ടോവിനോ വന്നതിന് ശേഷം ടോവിനോ ഇതേ ഡയലോഗ് സായി കുമാറിനോട് പറയുന്നുണ്ട്. സാറിൻ്റെ പഴയ കഥ, റെയിൽവേ പാളം, കൂട്ടുകാരൻ, ഒരു തട്ട് ഒരു തള്ള്, അതേറ്റെടുത്ത് തിറക്കണ്ട. ഇതിൻ്റെ അവസാനം പറയും, സാറ് സ്റ്റീഫൻ്റെ തന്ത ആരാണെന്നല്ലേ ഒരു സംശയമുള്ളൂ, പക്ഷേ എനിക്ക് എൻ്റെ ചേട്ടൻ സ്റ്റീഫൻ തന്നെയാണ് എന്ന് ടോവിനോ പറയുന്നൊരു സീനുണ്ട്. മറ്റേ സീനിനകത്ത് മോഹൻലാൽ പറയും, തൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുമ്പോൾ സായി കുമാർ പറയുന്നൊരു സീനുണ്ട്, പിന്നെ ആരാണ് സ്റ്റീഫൻ്റെ തന്ത, PK രാംദാസ് ആണെന്നൊരു ചെറിയ സംസാരമുണ്ട് എന്നൊരു ഡയലോഗ് അടിക്കും. ഇത് ലാസ്റ്റ് ടോവിനോ വന്ന് ഇതിനകത്ത് സായി കുമാറിൻ്റെ തിരിച്ചടിക്കുന്ന ഡയലോഗുണ്ട്. ഇതെങ്ങനെയായിരിക്കും ടോവിനോ അറിഞ്ഞത്? നമുക്കൊരു ഉദ്ദേശം നോക്കാം. അപ്പം ഇത് പറഞ്ഞു പോയതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ ലാലേട്ടെ ഫോൺ വിളിച്ച് ടോവിനോ എടുത്ത് പറഞ്ഞാണ്, ഹലോ എടാ, അവൻ എൻ്റെ അടുത്ത് പറയല്ലേ ഇതേപോലെ ഇത് ഇങ്ങനെയാണ് ഉപദേശമൊക്കെ തന്നറേ. എന്തൊരു ഉപദേശം ചേട്ടാ? അത് അവൻ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ കൂട്ടുകാരൻ്റെ ഇങ്ങനെ റെയിൽവേ പാളത്തിൽ കൂടെ നടന്ന സമയത്ത് ഇങ്ങനെ അച്ഛൻ ഒരു ഉപദേശം കൊടുത്ത്, ഇങ്ങനെ നിനക്ക് അവൻ്റെ അടുത്ത് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നീ അവൻ്റെ കയ്യിലൊരു തട്ട് ഒരു തള്ളു ട്രെയിൻ വരുമ്പോഴത്തേക്ക് തീരുമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നിൻ്റെ തന്തയല്ല എൻ്റെ തന്തയെന്ന്. അപ്പം സായി കുമാർ പറഞ്ഞ്, പിന്നെ ആര് നിൻ്റെ തന്തയെന്ന്? അയ്യോ, എൻ്റെ തന്തയ്ക്ക് വിളിച്ചെനിക്ക് നന്നൊരു ഞാൻ അപ്പം പോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയടാ. നീ ഇതിലൊരു മറുപടി അവന് കൊടുക്കണം. സിനിമയുടെ ഇൻട്രോയിൽ കഴിഞ്ഞ് നിനക്ക് ഒരു ഇൻട്രോ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നീ അയാളോട് പറയുമ്പോൾ ഈ ഡയലോഗ് വർമ്മ സാറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാണോ. അല്ലാതെ ടോവിനോ അറിയാൻ ഒരു വഴിയുമില്ല. കാരണം ടോവിനോയുടെ അടുത്ത് ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അക്ഷരം തെറ്റാതെ ഈ കഥ സഹിതം പറഞ്ഞാലല്ലേ ടോവിനോയ്ക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു സീൻ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും സ്റ്റീഫൻ ഈ ഉപദേശം ടോവിനോയായിട്ട് ഫോണിൽ കൊണ്ട് സംസാരിച്ചത്? അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നതൊന്നും അവർ കാണിച്ചിട്ടില്ല, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, ആ സിനിമയിൽ ഒരു സീൻ പോലും ഇല്ല നേരിട്ട് കാണുന്ന സീൻ. അപ്പോൾ ഫോണിൽ കൂടെ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കില്ലേ ലാലേട്ടൻ ടോവിനോയോട് പറഞ്ഞത്? ഇത് ഞാൻ ആരെയും കളിയാക്കണമെന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല, ഇതൊരു ചെറിയൊരു ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. ഇനിയിപ്പം മോഹൻലാൽ ഫാൻസ് ഒന്നും എതിർത്തോണ്ട് വരരുത്. എനിക്ക് ലൂസിഫർ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൻ്റെ അത് ഞാൻ എനിക്കൊരു കൗതുകം തോന്നി, ഇങ്ങനെ ഒരു ചിന്ത വന്നു, എങ്ങനെയായിരിക്കും ഇന്ന്. ഞാൻ ഒന്നും കൂടെ സിനിമ കണ്ടു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. അപ്പം ഈ ഒരു സീൻ എത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു തോന്നൽ തോന്നി, എങ്ങനെയായിരിക്കും ഈ ഡയലോഗ് സ്റ്റീഫൻ ഈ ടോവിനോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് പറഞ്ഞത്? നിങ്ങൾക്ക് തോന്നിയില്ല ഡൗട്ട്? അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലിടാം. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ്, എനിക്കൊരു ഡൗട്ട് തോന്നി ആ ഒരു കാര്യത്തിൽ. അങ്ങനെയായിരിക്കും പറഞ്ഞതൊരു ഞാൻ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.